Assalamualaikum, welcome back to Daily Dishes. ഇന്ന് ഞാൻ പയർ വെച്ചിട്ട് നമുക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പയർ ഉലർത്തിയതാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ പയർ വെച്ചിട്ട് മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കുന്നതിനും കുറച്ച് വ്യത്യാസത്തിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. പയർ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത ശേഷം നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ ഞാനൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് എണ്ണം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പയറിൽ നന്നായിട്ടൊന്ന് മിക്സായി കിടക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യാം. ഞാനിപ്പോൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഈ പയറിൽ അങ്ങോട്ട് മിക്സായി കിടക്കാൻ മാത്രം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ ചെമ്മീൻ നന്നായിട്ട് അങ്ങ് അരഞ്ഞ് പോകണ്ട കേട്ടോ, മിക്സിയിലിട്ട് ഒന്നങ്ങ് കറക്കിയിട്ട് ഒന്ന് ചെറുതാക്കി എടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയിട്ട് ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീൻ ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെമ്മീനൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീനും പയറും നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തീ അധികം കൂട്ടി വെക്കണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കിത് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീനൊന്നും അധികം വെള്ളം ഇറങ്ങി വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനും പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ചേർക്കാം. ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ചതച്ച് ചേർക്കണ്ട കേട്ടോ, അതുപോലെ കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിഞ്ഞ് പോകണ്ട കേട്ടോ, നന്നായിട്ട് അങ്ങ് വഴന്ന് ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതി. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി മുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തുള്ള മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചുള്ള പയറും ചെമ്മീനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും പയറും ഉലർത്തിയ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ പയർ വെച്ചിട്ട് മെഴുക്കുവരട്ടിയും തോരനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.